ഇന്നൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിലിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് ചുവന്ന് തുടങ്ങുമ്പോഴത്തേക്കും റൈസിന് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് രണ്ട് നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം കേട്ടോ. ഇനി ഇതേ ഓയിലിൽ തന്നെ കനം കുറച്ച് അരിഞ്ഞ കുറച്ച് സവാള കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണിയിൽ ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഒരു ലേശം ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ബിരിയാണിക്ക് എന്തിനാ പഞ്ചസാര എന്നാവൂല ചിന്തിക്കുന്നത്. പക്ഷെ ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു മധുരിപ്പൊന്നും ഉണ്ടാവത്തില്ല. ആ ഒരു ഒനിയും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതേ ഓയിലിൽ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ, വേണമെന്നുണ്ടെങ്കിൽ ബേ ലീവ്സ്, ഉണക്ക നാരങ്ങ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ചേർത്തു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവാള എങ്ങനെ ഒരുപാട് ചുവന്ന് മൂത്തൊന്നും വരണ്ട. ഈ ഒരു കണക്കാവുമ്പോഴത്തേക്കും നല്ല പഴുത്ത 2 തക്കാളി കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി വേണമെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടിപ്പോകത്തൊന്നുമില്ല കേട്ടോ. ഇനി ഈ തക്കാളി ഒന്ന് അലിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി വളരെ കുറച്ച്, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാല ഇപ്പം തന്നെ ഞാൻ വറുത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ. അതിന് കൂടെ രമ്പ ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് കുരുമുളകും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു റോ മണം മാറുന്നവരൊന്ന് വാട്ടി കൊടുക്കും. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഉപ്പും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് 8-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ഇനി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. കാരണം ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിൽ തന്നെയുള്ള ഒരു ഈർപ്പത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ഏകദേശം ഒരു 3/4 വേവോളായിട്ടുള്ള ബിരിയാണി റൈസാണ് ചേർക്കേണ്ടത്. ഇത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കയറി നോക്കണം കേട്ടോ. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കേട്ടോ. ഒന്ന് കയറി നോക്കണേ. ഇനി റൈസിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം ഒരു കളറിന് വേണ്ടിയിട്ട് അങ്ങിങ്ങായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല കൂടെ അങ്ങിങ്ങായിട്ട് വെതറി കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഇതുപോലെ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അത് വിട്ടുപോയി കേട്ടോ. അപ്പോൾ നിങ്ങളത് മറക്കാണ്ട് ചേർത്ത് കൊടുക്കണം. ഇനി ബാക്കിയിരിക്കുന്ന റൈസ് അടുത്ത ലെയറായി ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ മഞ്ഞളിൻ്റെ സൊല്യൂഷൻ, ഗരം മസാല, മല്ലിയില, പുതിനയില, അതുപോലെ നെയ്യ്, വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ സവോള ഇതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാനാണ്. ദോശത്തവ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ഈ ഒരു നമ്മുടെ ബിരിയാണി ചെമ്പ് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.